ഇതാണ് ക്രിസ്തുവിന്റെ കരുണ, ഇതാണ് ക്രിസ്തീയത. ക്രിസ്തുവിന്റെ കരുണ നമ്മളിലേക്ക് എത്തുന്നു, അത് നമ്മൾ പ്രഘോഷിക്കുന്നു. അതിലൂടെ ഒരുപാട് പേർക്ക് മാനസാന്തരമുണ്ടാവുന്നു. വെടിയേറ്റ് മരിച്ച ചാർലി കിർക്കിന്റെ ഭാര്യ എറിക്ക കിർക്ക് തന്റെ ഭർത്താവിന്റെ കൊലപാതകിയോട് ക്ഷമിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം അതിപ്പോൾ ഒരുപാട് പേരുടെ മാനസാന്തരത്തിനിടയാക്കുന്നു. എറിക്ക കിർക്കിന്റെ പ്രസംഗം തന്നെ സ്വാധീനിച്ചു എന്നാണ് ഹോളിവുഡ് നടൻ ടിം അലൻ പറയുന്നത്. എറിക്കയുടെ പ്രസംഗം കേട്ടതുവഴി തന്റെ പിതാവിന്റെ ഘാതകനോട് 60 വർഷത്തിന് ശേഷം ക്ഷമിക്കാൻ സാധിച്ചു എന്നാണ് ടിം അലൻ പറയുന്നത്. എന്റെ അപ്പനെ കൊന്ന ആളോട് ക്ഷമിക്കാൻ ഞാൻ 60 വർഷത്തിലേറെ കഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഞാൻ ആ വാക്കുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ പറയും, എന്റെ അച്ഛനെ കൊന്ന ആളോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന്. ടിം അലന്റെ എക്സിലെ കുറിപ്പാണിത്. 1964 മദ്യപിച്ച് വണ്ടി ഓടിച്ച വ്യക്തിയുടെ വാഹനവുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്നാണ് അലന്റെ പിതാവ് മരിച്ചത്. പിതാവ് മരിക്കുമ്പോൾ അലന് 11 വയസ്സായിരുന്നു. യുഎസിലെ പ്രമുഖ ക്രൈസ്തവ ആക്ടിവിസ്റ്റായ ചാർലി കിർക്കിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ഘാതകനോട് ക്ഷമിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ഉദാത്ത മാതൃകയായി മാറിയിരിക്കുകയാണ്. ഓരോ ക്രിസ്ത്യാനിയും ഓർക്കേണ്ട ഒന്നുണ്ട്: ദിവ്യബലി അർപ്പിക്കാൻ നീ എത്തുമ്പോൾ ആരോടെങ്കിലും എന്നല്ല, നിന്നോടാർക്കെങ്കിലും അതൃപ്തിയുണ്ട് എന്ന് കണ്ടെത്തിയാൽ അവനോട് പോയി ക്ഷമിച്ചതിന് ശേഷം, രമ്യതപ്പെട്ടതിന് ശേഷം തിരികെ വന്ന് ബലിയർപ്പിക്കുക എന്ന്.